ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സിൽ അവോയ്ഡ് ചെയ്യേണ്ട 5 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ്. ബിസിനസ്സിൽ നമ്മൾ കൃത്യമായി അവോയ്ഡ് ചെയ്യേണ്ട 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ബിസിനസ് ചെയ്യുന്നുവെങ്കിലും നമ്മൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ 5 കോമൺ ബിസിനസ് മിസ്റ്റേക്സ് ആണ്. ഇത് എല്ലാവർക്കും പറ്റിപ്പോകുന്ന കാര്യമാണ്. പക്ഷെ ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സിനും ഫെയിലിയർ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളെ പറ്റി കൃത്യമായ ധാരണയില്ലാതെ അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ബിസിനസ് എന്ന് പറയുന്നതിന്റെ അൾട്ടിമേറ്റ്, പലപ്പോഴും നമ്മൾ പറഞ്ഞു വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രോഫിറ്റ് മേക്കേഴ്സ് ആണ് നമ്മുടെ ഡെഫിനിഷൻ തന്നെ. നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ലാഭം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. പക്ഷെ ലാഭം ഉണ്ടാക്കുന്നതിനപ്പുറത്തും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറയേണ്ടത് എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? ലാഭം ഉണ്ടാക്കുക ഒരു ഘടകമാണെങ്കിലും ഫ്രീഡമാണ് നമ്മുടെ യഥാർത്ഥ ആവശ്യം. നമ്മൾ കച്ചവടം ചെയ്യുകയും അല്ലെങ്കിൽ മറ്റൊരാളെ അണ്ടറിൽ ജോലി ചെയ്യാതെ സ്വന്തമായി ചെയ്യുന്നു എന്ന് പറയുന്നതിന് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഏതാണ്? നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷെ അത് ഉണ്ടാകുമ്പോഴും ഒരു ബിസിനസ് സക്സസ് ആക്കിയാൽ മാത്രമേ ഇത് സാധ്യമുള്ളൂ. അപ്പൊ ബിസിനസ് സക്സസ് ആക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട 5 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. എല്ലാം റെഡി ആണല്ലോ? എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് ഈ 5 കാര്യങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോളൂ. നമുക്ക് ജസ്റ്റ് നമ്മൾ മറ്റേ ക്ലാസ്സിൽ പറയുന്നു, ജസ്റ്റ് റെഡി ടൈപ്പ് ചെയ്തോളൂ സ്ഥിരമായിട്ട്. എന്നിട്ട് നമുക്ക് പോകുമ്പോൾ അപ്പോഴല്ലേ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ നമ്മൾ തയ്യാറായിരിക്കണം. എപ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്? നിങ്ങൾക്കൊക്കെ നിങ്ങളെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിലും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ഗുണകരമായി മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ. അപ്പൊ റെഡി ആയിക്കോളൂ. യെസ്, റെഡി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതും വളരെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ എന്ന് വെച്ചാൽ പണ്ട് കോളേജ് കഴിഞ്ഞ് ഫസ്റ്റ് ആദ്യം സെയിൽസിന് ജോലി ചെയ്യുന്ന സമയത്ത് ആണ് ഈ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് അന്ന് വിളിക്കുന്ന പേര് കോളിംഗ് എന്നായിരുന്നു. അതായത് വെറുതെ മാർക്കറ്റിൽ പോയി റിസർച്ച് ചെയ്ത് വരുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു. അതിനെയാണ് കോളിംഗ് എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം, ഇഗ്നോറിങ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന സാധനം. ഇഗ്നോറിങ് മാർക്കറ്റ് റിസർച്ച്, അതായത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഈ മാർക്കറ്റിലെ ആവശ്യകത എന്താണ്, ആരാണ് നമ്മുടെ കസ്റ്റമർ, എന്താണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഈ മാർക്കറ്റിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ മാർക്കറ്റിലേക്ക് നമ്മളൊരു ചായക്കട തുടങ്ങുകയാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ നമ്മളെന്താ പറയാ, നമ്മളൊരു ഗാർമെന്റ് ഷോപ്പ് തുടങ്ങുകയാണെന്ന് കരുതിക്കോ. ആ മാർക്കറ്റിലെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഷോപ്പ് തുടങ്ങിയാൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ലാതെ ഇരുന്നത് അവിടെ വിജയിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഓരോ കമ്മ്യൂണിറ്റിക്കും ചില സ്പെഷ്യാലിറ്റികൾ ഉണ്ട്. എപ്പോഴും എല്ലായിടത്തും പോകാൻ പറ്റില്ല. മീൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് ചായക്കട തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബിസിനസിന്റെ സൈസ് വ്യത്യാസപ്പെട്ടിരിക്കും. ചായ കുടിക്കുമായിരിക്കും ആൾക്കാർ. ഞാൻ ഉദാഹരണം പറഞ്ഞത്. അപ്പോ ആ പ്രൊഡക്റ്റിന് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റും ആ മാർക്കറ്റും എത്രത്തോളം കോപ്പപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ള കണക്ഷൻ ഉണ്ടാവണം. അതായത് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ടു നോ യുവർ കസ്റ്റമേഴ്സ് എന്ന് പറയാം. ആ ഏരിയയിലുള്ള കസ്റ്റമറിന്റെ ടേസ്റ്റ് എന്താണ്, അവരുടെ ഏത് രീതിയിലായിരിക്കും അവർ അത് അവിടെ ഈ പ്രൊഡക്റ്റിനെ, ഈ സ്ഥാപനത്തെ അംഗീകരിക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സജീവ് സാറിന്റെ ക്ലാസ്സിൽ ഇത് കൃത്യമായി സാറിനോട് പറഞ്ഞാണ്. സ്കൂളിനെ പറ്റി വരുമ്പോൾ സ്കൂളിൽ ഏത് ടൈപ്പാണ് അവിടുത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ട്. അത് മാർക്കറ്റ് റിസർച്ച് ആണ്. അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാത്തടത്തോളം കാലം നമ്മൾ ഫെയിൽ ആവും. ഇങ്ങനെ ഫെയിലായ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്. കാരണം ഏത് സ്ഥലത്ത് ഇത് കൊണ്ടുപോയി തുടങ്ങണം, എവിടെ തുടങ്ങണം, ആ തുടങ്ങി തന്നെ അവിടുത്തെ ഏത് ടൈപ്പ് കസ്റ്റമറെയാണ് അവിടെ അട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യില്ല. നമുക്ക് കച്ചവടം തുടങ്ങി ഏതും കസ്റ്റമർ ആയിക്കോട്ടെ എന്ന രീതിയിൽ പോയാൽ നടക്കില്ല. നമ്മൾക്ക് കണക്ട് ചെയ്ത് വേണ്ട കസ്റ്റമേഴ്സ് ഏതാണെന്ന് മുൻകൂട്ടി നമുക്കറിയണം. എനിക്ക് സി ക്ലാസ് ആണ്, നമുക്ക് കസ്റ്റമറിനെ പറ്റി കൃത്യമായി പഠിപ്പിച്ചിരുന്നു. ABC കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ABC കസ്റ്റമേഴ്സ് കാറ്റഗറി നമ്മൾ പറഞ്ഞത്. A ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, B ക്ലാസ് ആണോ, C ക്ലാസ് ആണോ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ
എബോ ആവറേജ് ആണോ, മിഡിൽ ക്ലാസ് ആണോ, ലോവർ മിഡിൽ ക്ലാസ് ആണോ നമ്മുടെ കസ്റ്റമർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ടത് അതിനകത്ത്. അല്ലെങ്കിൽ ഒരു സാധാരണ സ്ഥലത്ത് പോയിട്ട് ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം പീപ്പിൾ അല്ലെങ്കിൽ ബിലോ മീഡിയം പീപ്പിൾ അങ്ങോട്ട് വരില്ല. അവരത് അങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറയുമായിരിക്കും. അപ്പൊ മാർക്കറ്റ് റിസർച്ച് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഇത് വളരെ വളരെ പൊതുവെ പലരും ഇഗ്നോർ ചെയ്യുന്നു. എന്തിനാ ഇപ്പൊ മാർക്കറ്റ് റിസർച്ച്? മാർക്കറ്റ് റിസർച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് ഒരു ഏജൻസി അനുസരിച്ച് റിസർച്ച് ചെയ്യണമെന്നല്ല. നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് ഈ സ്ഥലത്ത് എങ്ങനെ വിൽക്കാൻ പറ്റും, ഇത് ഇവിടെ വർക്ക് ചെയ്യും, ഇവിടെ ആരാണ് ഇതിന്റെ കസ്റ്റമേഴ്സ് എന്നൊക്കെ നമ്മൾ ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ സിസ്റ്റം ഉണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ക്ലാസ്സിൽ അതിന്റെ ഒരു കൃത്യമായി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിസിനസിന്റെ ആ പുസ്തകം വരുന്നതിനകത്ത് ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം ഞാൻ പറഞ്ഞു ഇഗ്നോറിംഗ് മാർക്കറ്റ് റിസർച്ച്, രണ്ടാമത്തത് അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ പവർ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നേയില്ല. പഴയ ചില ചിന്താധാരകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ എന്താ പറയാ, സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ആരോടും പറയില്ല, അങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്. ഈ പവർ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ആണ്. അത് ഏത് കച്ചവടം ആയിക്കഴിഞ്ഞാലും മാർക്കറ്റിൽ അറിഞ്ഞാൽ മാത്രമേ അത് വിറ്റുപോകുള്ളൂ. അല്ലെങ്കിൽ പറയുന്നുണ്ട് പണ്ടേ എന്റെ അച്ഛനച്ഛനെ പോലുള്ള കാലഘട്ടത്തിലുള്ള ബിസിനസ്സാണ്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ ഇത് മറന്നുപോകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ഏറ്റവും ഫെയിലിയർ സംഭവിക്കുന്നത് ഫോളോ അപ്സിലാണ്. ഫോളോ അപ്പ് ആണ് ഏറ്റവും വലിയ. ഞാൻ പലപ്പോഴും എനിക്കും ബിസിനസ് പറ്റിയിട്ടുള്ളത്, ഞാനിക്കൊരു പ്രൊഡക്റ്റ് വേണം, എനിക്ക് ആ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടെന്നും അറിയാം, പക്ഷെ എനിക്ക് ആ പ്രൊഡക്റ്റ് ആ കമ്പനിയുടെ പേര് ഓർമ്മയില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരു സാധനം വേണം, ഒരു ഹെയർ ടോണിക് വേണമെന്ന് കരുതുമോ, ഹെയർ ടോണിക് നല്ല ടോണിക്കാണെന്നറിയാം, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഗുണം കിട്ടിയെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അതിന്റെ ബ്രാൻഡ് പേര് മറന്നുപോയി. പെട്ടില്ലേ? എങ്ങനെ പോയി വാങ്ങിക്കും? ഒരാളോട് പറഞ്ഞു വാങ്ങിപ്പിക്കാൻ പറ്റുമോ? ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ലൈവായിട്ട് നിൽക്കണം. അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമേ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ആൾക്കാരിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാബേസ് വെച്ചിട്ട് അവർക്ക് ഒരു ഇത് അയച്ചു കൊടുക്കുക, ഒരു ഗ്രീറ്റിംഗ് അയച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കുറെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല, സോഷ്യൽ മീഡിയ തന്നെ എല്ലാവർക്കും എത്തും. ഞാൻ ഒരു പ്രാവശ്യം കല്യാൺ ജ്വല്ലറിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ കല്യാൺ ജ്വല്ലറിന് മുമ്പിലേ കൂടി പോകുമ്പോൾ ഗൂഗിൾ പോപ്പപ്പ് ചെയ്യും, അത് കല്യാൺ ജ്വല്ലറിന്റെ സാധനം ഇവിടെ കാണിക്കും. അത്രയും ലേറ്റസ്റ്റ് ആണ് ഇപ്പോഴത്തെ ടെക്നോളജികൾ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്താൽ അവിടെ അവർ സീസണൽ ഗ്രീറ്റിംഗ്സ് അയച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഓഫറുകൾ അയച്ചുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് സാധാരണക്കാരൻ ചെയ്യാൻ പറ്റും, ഇതിന് വലിയ ചെലവൊന്നും ഇല്ല. സാധാരണക്കാരൻ നമുക്ക് ചെയ്യാവുന്ന ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഇപ്പൊ വാട്സപ്പ് ഉണ്ടപ്പോൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് വളരെ എഫക്റ്റീവായി ചെയ്യുന്നതാണ്. അതായത് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമ്മൾ നിത്യവും നടത്തണം, നമ്മള് ആൾക്കാരെ അന്വേഷിച്ചു പോകണം. ഇത് ചെയ്തവർക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അതിലൂടെ വരുന്നവർക്ക് എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ സോഷ്യൽ മീഡിയ നമ്മള് ഓൺലൈനിൽ എപ്പോഴും അവൈലബിൾ ആണ്. എന്തും എടുത്തിട്ടല്ലോ, നമുക്ക് ആരും ചെലവില്ലല്ലോ. ഏത് പ്രൊഡക്റ്റിന്റെ ഒരു ഫോട്ടോ എടുക്കുക, ഇതിലിടുക, ആർക്കപ്പ ചെലവ്? അപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ ആരും കാണുന്നില്ല, കാണുന്ന സമയത്ത് കണ്ടോട്ടെ, ബട്ട് യു ആർ ദെയർ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ അത് വളരെ എത്തിക്കണം. പിന്നെ അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് പിന്നോട്ട് വാങ്ങുന്നതെന്ന് അറിയോ? മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നിന്ന് പിന്നോട്ട് മാറാനുള്ള ഏറ്റവും പ്രധാന കാരണം അതിലുള്ള നിക്ഷേപമാണ്. അതിലേക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ മടിക്കും. അതായത് ഒരു ഉദാഹരണം പറയാം, ഒരു ബ്രോഷർ ഉണ്ടാക്കിയിട്ട്, ഒരു ഓഫറിന്റെ ബ്രോഷർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ 400 300 400 കൊടുത്തിട്ട് ബ്രോഷർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത്, അയ്യോ ഈ 300 രൂപ കൊടുക്കണോ ബ്രോഷറിന്, 400 രൂപ കൊടുക്കണോ ബ്രോഷറിന്? ആ ബ്രോഷർ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിൽ എത്ര ബിസിനസ് ജനറേറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന പോലും ഇല്ല. അത്രയും ലളിതമാണ് ഈ സാധനം. നമ്മൾ നോക്കുന്നത് ചിലപ്പോ നമുക്ക് ആ ഒരു ബ്രോഷറിൽ ചെലവാക്കിയ പൈസ, അല്ലെങ്കിൽ എന്താ പറയാ, 10,000 ആൾക്കാർക്ക് അയക്കാൻ നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ കിട്ടുമായിരിക്കും. അത് എടുക്കാനും പറ്റും. കാരണം വെച്ചാൽ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് ഇത് കണ്ടിട്ട് അതിനെ അട്രാക്ട് ചെയ്ത് വന്ന അവർക്ക് പ്രൈസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അലട്ടുന്നത്. അതിന് എത്രയും പൈസ ചെലവാക്കിട്ട് ചെയ്യണം. ചെയ്യാതിരുന്നാൽ നമുക്ക് ബിസിനസ് ആക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തെറ്റായ
ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, റോങ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. നമ്മൾ എടുക്കുന്ന ഏത് പ്രവർത്തനത്തിന്റെയും കൃത്യമായ ഒരു അതായത് പൂവറാണ് നമ്മൾ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ പൂവറാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ പൂവറാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് എക്സ്പെൻസിനെ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോനെ മാനേജ് ചെയ്യാൻ അറിയില്ല. കുറെ പൈസ വരും, കുറെ ആൾക്ക് കൊടുക്കും. എക്സ്പെൻസ് വരും, അങ്ങ് പേ ഓഫ് ചെയ്യും, റൈറ്റ്, അവർക്ക് പേ ചെയ്തു പോകും. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു അടുത്ത മാസം എനിക്ക് എത്ര ബിസിനസ് വരുമെന്നോ, എത്ര ബഡ്ജറ്റ് നമുക്ക് പേ ഓഫ് ഉണ്ടെന്നോ, എത്ര എനിക്ക് എന്താ പറയാ പർച്ചേസ് ഉണ്ടെന്നോ ഒരു അനലൈസിംഗ് ഇല്ല. സാധനം ഇറക്കി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ കൊടുക്കും, പിന്നെ സ്ട്രക്ക് ആവും, നമുക്ക് പൈസ ഉണ്ടാവില്ല കയ്യില്, എക്സ്പെൻസിന് പൈസ ഉണ്ടാവും, ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് പൈസ വരുമ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടാൻ പോകും, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും ഭാഗം ശരിയാക്കാൻ നിൽക്കും. ഇങ്ങനെ ആൾക്കാർ പോകും. ഞാൻ ചെറിയ ടൈപ്പ് ബിസിനസിനെ പറ്റിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ കൃത്യമായ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ ചെയ്തിരിക്കണം. അത് പൊതുവെ ബിസിനസ്സുകാർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുന്നവന് അച്ചടി കയറ്റായിരിക്കും, അവന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതിനൊരു അക്കൗണ്ടന്റിന്റെ കാര്യങ്ങളോ ആവശ്യമൊന്നുമില്ല, നമുക്ക് സാധാരണ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചെലവുകൾ കൃത്യമായി മനസ്സിലാക്കുക, എത്ര എവിടെ ചെലവാക്കുന്നു എന്നറിയാം, ചെലവുകൾ നിയന്ത്രിക്കുക, ക്യാഷ് ഫ്ലോ കൃത്യമായി എല്ലാ ദിവസവും കച്ചവടം ഇത്ര വരുന്നു മുൻകൂട്ടി നിശ്ചയിക്കുക, അതിനനുസരിച്ചുള്ള ചെലവുകൾ മോണിറ്റർ ചെയ്യുക. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന വെച്ചാല് എക്സലിൽ ഒരു 6 മാസം വരെയുള്ള എക്സ്പെൻസ് കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡേറ്റ് ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്, അതുകൊണ്ട് എനിക്ക് എവിടെയും ഒരു ഫ്ലോ നടക്കില്ല, അപ്പോഴേക്കും അവിടെ ഫണ്ട് ഉണ്ടാവും. 6 മാസം വരെയുള്ളത് ഞാൻ ഓൾറെഡി ഈവൻ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കം മുൻകൂട്ടി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് പൊസിഷൻ നമ്മൾ മുൻപുള്ള റെക്കോർഡ് അനുസരിച്ച് മാർച്ച് മാസത്തിൽ ഇലക്ട്രിസിറ്റി എത്ര സാധ്യതയുണ്ട്, ഏപ്രിൽ മാസത്തിൽ എത്ര സാധ്യതയുണ്ട്, ജനുവരി ആകുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഞങ്ങൾക്ക് ഇവിടെ കുറയും പൊതുവെ, ഇതൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് അത് പൊക്കോളും, നമുക്കൊരു ഒരു വിഷയം വരില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ബഡ്ജറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ വർഷം എനിക്ക് ഇത്ര ബിസിനസ് ചെയ്തു, അടുത്ത വർഷം ഇത്ര ചെയ്യുന്നു, അപ്പൊ ആ ക്യാഷ് ഫ്ലോ എത്ര കൂടും, അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് എത്ര വരെ ആവാൻ പറ്റും എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതായിട്ട് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് നമ്മൾ ഇപ്പോഴും മറന്നു പോകുന്നത്, കസ്റ്റമറെ ശ്രദ്ധിക്കില്ല. നോട്ട് ഗീവ് സപ്പോർട്ട് ഫോർ കസ്റ്റമർ. കസ്റ്റമർ വന്നു സാധനം മേടിച്ചു പോയി എന്നതിന് അപ്പുറത്തേക്ക് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എടുക്കില്ല. കസ്റ്റമർ സർവീസ് നമ്മൾ കൊടുക്കാത്തിടത്തോളം റിപ്പീറ്റഡ് കാര്യം വരാൻ നമുക്ക് വളരെ വളരെ പ്രയാസമാണ്. റിപ്പീറ്റഡ് ആയിട്ട് അയാളുടെ റെഫറൻസ് റിപ്പീറ്റഡ് ഒന്നും വരില്ല. ഞാനൊരു നാട്ടിലെ ഒരു ബിസിനസ്സുകാരനെ കണ്ടിരുന്നു. വളരെ വളരെ എന്താ പറയാ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ്സിലുള്ള ആളാണ്. പക്ഷെ അയാളുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഏത് കസ്റ്റമർ വന്നാലും പേയ്മെന്റ് വാങ്ങിക്കുന്നിടത്ത് പുള്ളി ഇരിക്കുക. പേയ്മെന്റ് വാങ്ങിക്കല്ല, അവിടെ ഇരിക്കും, പേയ്മെന്റിന്റെ അടുത്തിരിക്കും. ഇപ്പൊ എല്ലാ കസ്റ്റമറും പേയ്മെന്റിന്റെ അടുത്ത് പോയാലേ പറ്റൂ. പുള്ളി ഒരു ചെയറിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ വന്നാലും അയാൾ 2 വാക്ക് പറയാതെ കസ്റ്റമറെ കടയിൽ ഇറങ്ങി പോയില്ല. പുള്ളി 1-2 വാക്കേ അയാൾ പറയുള്ളൂ. എത്ര തിരക്കുണ്ടോ ആ ഇരുന്നിടത്ത് അനങ്ങൂല, കാശെല്ലാം മറ്റുള്ളവരും വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് ഇയാള് ആ വാങ്ങിക്കുന്ന സമയത്ത് ആ പേപ്പർ ഒന്ന് നോക്കിയിട്ട് ഓ ശരി എന്ന് പറഞ്ഞ് 2 വാക്ക് പറയുള്ളൂ. ആ ഒറ്റ ആറ്റിറ്റ്യൂഡ് മതി അവിടുത്തെ ആൾക്കാർ വരാനായിട്ട്. മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞ കസ്റ്റമർ സർവീസ് ഒക്കെ അതിന്റെ രീതിയിൽ കൊടുക്കണം, അതിന്റെ കൃത്യമായ ഫോർമാറ്റിൽ കൊടുക്കണം. നമ്മുടെ സെയിൽസ് ടീമിനെ കസ്റ്റമർ സർവീസ് കൊടുക്കാനായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും എല്ലാ രീതിയിലും സംസാരിക്കാൻ പറ്റില്ല എന്നതൊക്കെ അതൊക്കെ കൃത്യമായി ട്രെയിനിങ്ങിലൂടെ കൊടുക്കണം. പക്ഷെ പലരും കസ്റ്റമർ തിരിഞ്ഞു നോക്കില്ല സാധനം എടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ. അപ്പൊ അത് വളരെയധികം ഇമ്പാക്ട് ചെയ്യും ബിസിനസ്സിൽ. 5ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫെയിലിംഗ് ടു അഡാപ്റ്റ് ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറയും. പുതിയ കാര്യങ്ങളെ ചേർക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ ബിസിനസ്സിലേക്ക്. നമ്മുടെ ബിസിനസ് നടന്നു പോകുന്നു, ഓക്കെ, നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പുതിയൊരു പ്രൊഡക്റ്റിനെ അവിടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിലൊരു അപ്ഡേറ്റ് ചെയ്യാനോ നവീകരണത്തിനോ തയ്യാറാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഒരു ട്രഡീഷണൽ ബിസിനസ് XYZ ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കച്ചവടമുണ്ട്, അത്യാവശ്യം കച്ചവടമുണ്ട്. എല്ലാ മാസവും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ 4 കാര്യങ്ങളും ചെയ്തു പോകുന്നു. കസ്റ്റമർ സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അയാളുടെ പ്രത്യേകത, അയാൾ അവിടെ തന്നെ നിൽക്കും. 10 വർഷം മുമ്പേ ഉള്ള ബിസിനസ്സും ഇപ്പോഴുള്ള ബിസിനസ്സും തമ്മിൽ യാതൊരു മാറ്റവും അങ്ങനെ നിൽക്കുകയാണ്. ഒരേ പ്രൊഡക്റ്റ്, ഒരേ സാധനങ്ങൾ.
കാലം മാറുന്നതനുസരിച്ചുള്ള അപ്ഡേഷൻസ് നമ്മൾ ചെയ്താൽ മാത്രമേ ബിസിനസിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു റെസ്റ്റോറന്റിനൊക്കെ ഉദാഹരണം പറയില്ല, അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും ഇപ്പൊ ഞാൻ ഉദാഹരണം ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് വെച്ച് ഉദാഹരണം പറയാം. ദേവി ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കൊണ്ടായിരിക്കുന്നത്, അല്ലെ ധന്യ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് കൊണ്ടായിരിക്കുന്നത്. സോ സൂൺലി യു ടു അപ്ഡേറ്റ് അനദർ തിങ്സ്. കാരണം ഇതേ എഫേർട്ടിനകത്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു പ്രൊഡക്റ്റുകൾ പലതും അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്ന് പോകും. ഇത് നമ്മൾ ശ്രദ്ധിച്ച് വിപണി മാറും. നമ്മളെ നേരത്തെ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിപണിയിലെ ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ ട്രെൻഡിനനുസരിച്ചുള്ള സാധനം നമ്മളിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. പ്രത്യേകിച്ച് പലപ്പോഴും പറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ജിഷയുടെ പറ്റി പറയുമ്പോൾ നമ്മളെ ജിഷ ഒരു ചുരിദാർ ഇറക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ ആ ടൈപ്പ് പാറ്റേൺ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കഴിയുമ്പോൾ ഇത് ഔട്ടായി കഴിഞ്ഞാലും ഇത് അതേ പണ്ടത്തെ ആ വിലയിൽ തന്നെ പിടിച്ചു നിന്ന് കൊടുക്കാതെ അങ്ങനെ പിടിച്ചു വെക്കും. എന്നിട്ട് പുതിയ അപ്ഡേറ്റ് ചെയ്യാൻ, പുതിയ മേടിക്കാനായിട്ട് ഫണ്ട് ഉണ്ടാവില്ല കയ്യിൽ. ഇത് മാറ്റാനായിട്ട് നമ്മൾ അതിന് ഓഫർ ഇട്ടിട്ട് പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് അടുത്ത പരിപാടി ചെയ്യാനുള്ള കാര്യം ചെയ്യണം. അപ്പൊ ഓഫർ കസ്റ്റമറെ സംബന്ധിച്ച് വളരെ ഓഫർ ആണ് കിട്ടിയെന്ന ധരിക്കുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അവിടെ തന്നെ ഒരുപാട് സാധ്യതകളുള്ളത് ഓൺലൈൻ മാർക്കറ്റ്, ഓൺലൈൻ സെയില്, യൂട്യൂബ് സെയില്, അങ്ങനെ ഒരു യൂട്യൂബിലൂടെയുള്ള വീഡിയോസ്, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഞാൻ രാവിലെ ഇവിടെ ഇരിക്കും, അല്ലെ ഒരാൾ ഉദാഹരണം പറഞ്ഞല്ല, ചില ആൾക്കാർ രാവിലെ പോയി കടയിൽ ഇരിക്കും, വൈകിട്ടും കടയിൽ നിന്ന് വരും. അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ പോകും, അവിടെ എല്ലാവരും ഇരിക്കും, നമ്മളും ഇരിക്കും, തിരിച്ചു വരും. അതിനെപ്പറ്റി പുതിയ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കില്ല. അപ്പോ നവീകരണങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നവീകരണം ഇല്ലാത്ത ബിസിനസ് ഫെയിൽ ആയി പോകും. അപ്പൊ ഇതേ പുതിയ ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ തന്ത്രങ്ങൾ ഉണ്ടാകണം, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളാരും മൊബൈൽ വരുന്ന മുമ്പ് മൊബൈൽ കച്ചവടം ചെയ്തിട്ടില്ല വെച്ചാൽ മൊബൈലിന് ശേഷവും കച്ചവടം ചെയ്യുന്നുണ്ട്, മൊബൈലിന് മുമ്പും കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വ്യത്യാസം വരുന്ന മൊബൈലിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ സാധ്യതകൾ കൂടി എന്നുള്ളത്. പിന്നെ പഠനം, നിരന്തരമായ പഠനം നമുക്ക് ആവശ്യമാണ്. കാരണം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ ടെക്നോളജി അറിയണം, പുതിയ കാര്യങ്ങൾ അറിയണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയണം. ഇതറിയാതിരുന്നു കഴിഞ്ഞാൽ 5 പിഴവുകളാണ് ബിസിനസ്സിൽ തീരാനായിട്ട് ഇത്രയും വേണ്ടു. ഇതിൽ ഒന്നില്ലാതിരുന്നാലും ആ ബിസിനസ് ഗ്രോത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ലളിതമായ കാര്യമാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബിസിനസ് അടിപൊളിയായിട്ട് വിജയിപ്പിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്, നിങ്ങൾ ചെറുതായാലും വലുതായാലും അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ കൃത്യമായി മാനേജ് ചെയ്യുക. എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് പീപ്പിൾ ആർ നോട്ട് കോമൺ പീപ്പിൾ. കോമൺ പീപ്പിളിന് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് പീപ്പിളിന് കോമൺ പീപ്പിളും ആവാൻ പറ്റില്ല. ദർ ഇസ് സംതിങ് സ്പെഷ്യാലിറ്റി ഓൺ ബിസിനസ് പീപ്പിൾ. അവർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തത് ഒരു ബിസിനസ് ആവില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോന്ന് സെറ്റ് ആവുക. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.